Adobe Photoshopile basic operationsile first topic creating new files using default presets. അപ്പോൾ നമ്മളിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ബേസിക്കലി യൂസർ ഇൻ്റർഫേസിൽ ചേഞ്ചും അതുകൂടാതെ എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അഡോബി CS6ഉം അഡോബി ലേറ്റസ്റ്റ് വേർഷനും തമ്മിൽ ഫങ്ഷനാലിറ്റിയിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കുകയാണെങ്കിലും മറ്റേ വേർഷൻസ് നമുക്ക് ഈസിലി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് വേർഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള വർക്കുകളുടെ ലിസ്റ്റ് ഇവിടെ കാണിക്കും. ഇത് ഗ്രിഡ് വ്യൂവിലും അല്ലെങ്കിൽ ലിസ്റ്റ് വ്യൂവിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുതിയൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് ന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ പഴയ വെർഷൻസിലൊക്കെ ഉള്ള പോലെ മുകളിൽ ഫയലിൽ വന്നിട്ട് ന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. രണ്ട് ക്ലിക്ക് ചെയ്താലും വരുന്നത് സെയിം ന്യൂ ഡോക്യുമെന്റ് വിൻഡോ ആണ്. അഡോബി CS6 ഓപ്പൺ ആയിട്ട് വരുന്ന വിൻഡോ കുറച്ച് പഴയ ഡിസൈനാണ്. പക്ഷേ പുതിയതിൽ ചെയ്യുന്ന എല്ലാ കാര്യവും പഴയതിലും ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ആ ഡോക്യുമെൻറ്റിൻ്റെ പേര് ചേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ലിസ്റ്റ് കൊടുത്തേക്കുന്നതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ലേറ്റസ്റ്റ് വെർഷനിൽ കവർ ചെയ്യും. എല്ലാത്തിൻ്റെയും ഫങ്ഷനാലിറ്റി സെയിം ആണ്, ഡിസൈനിൽ മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ലേറ്റസ്റ്റ് വെർഷനിൽ വരുന്ന വിൻഡോയിൽ ഇങ്ങനെ കുറച്ച് ടാബ്സ് ഉണ്ടാകും. അതിൽ ആദ്യത്തെ റീസെൻ്റ് എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ തൊട്ട് മുന്നേ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഇമേജസിൻ്റെയൊക്കെ സൈസും റെസൊല്യൂഷനും ഒക്കെയാണ് കാണിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും സൈസാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് യൂസ് ചെയ്യാം. റീസെൻ്റ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ടാബ് സേവ്ഡ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതെങ്കിലും ഒരു സെറ്റിംഗ് പ്രീസെറ്റായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പ്രീസെറ്റാണ് 1080 സ്ക്വയർ എന്ന് പറയുന്നത്. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയത് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാക്കി പ്രീസെറ്റുകൾ എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഇത് ഫോട്ടോസ് പറഞ്ഞതാണ്. അതായത് നമ്മൾ സാധാരണ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ വരണ ഡീഫോൾട്ട് സൈസുകളൊക്കെയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും ആയിട്ട് ഇഞ്ചിലാണ് ഇതിൻ്റെ വാല്യൂ കാണിച്ചേക്കുന്നത്. നെക്സ്റ്റ് പ്രിൻ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ സാധാരണ രീതിയിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറുള്ള ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പേപ്പേഴ്സൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. വ്യൂ ഓൾ പ്രീസെറ്റിൽ ഞെക്കിക്കഴിഞ്ഞാൽ A2, A3, A0 പോലെയുള്ള മറ്റ് പേപ്പേഴ്സിൻ്റെ പ്രീസെറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ആർട്ട് ആൻഡ് ഇല്ലുസ്ട്രേഷനാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന 1000 പിക്സൽ സ്ക്വയർ അല്ലെങ്കിൽ 2000 പിക്സൽ സ്ക്വയർ, പോസ്റ്റ് കാർഡ്, പോസ്റ്റർ, ഈ സൈസൊക്കെയാണ് ഉണ്ടാവുക. നെക്സ്റ്റ് ടാബ് വെബിൻ്റെ ടാബാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്യേണ്ട ടെംപ്ലേറ്റ്സ് പ്രീസെറ്റുകളാണ് ഉണ്ടാവുക. അതായത് ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് തുടങ്ങി വേരിയസ് റെസൊല്യൂഷനിൽ വരുന്ന സ്ക്രീൻസിൻ്റെ പ്രീസെറ്റ്. ഉദാഹരണത്തിന് 1920x1080 എന്ന് പറയുന്നത് ഫുൾ HD റെസൊല്യൂഷനിലൊരു സ്ക്രീനിൻ്റെ സൈസാണ്. അതേപോലെ വേരിയസ് ആയിട്ടുള്ള റെസൊല്യൂഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അടുത്ത ടാബിൽ നമുക്ക് കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ആൻഡ്രോയിഡ് iOS മൊബൈൽ ഡിവൈസുകളുടെ സ്ക്രീനായിരിക്കും ടെംപ്ലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രീസെറ്റ് ആയിട്ടുണ്ടാകുക. ഇപ്പോൾ നമ്മൾ മൊബൈൽ UI ഒക്കെ ഒരു ആപ്പൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലുമുള്ള ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. നമ്മൾ ഏത് ഡിവൈസിനാണോ ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിവൈസിൻ്റെ സ്ക്രീൻ സൈസ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ടാബ് ഫിലിം ആൻഡ് വീഡിയോ ആണ്. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന TVകളുടെ സൈസും അതേപോലെ ബിഗ് സ്ക്രീൻസിൻ്റെ ഒക്കെ പ്രീസെറ്റാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഫോട്ടോഷോപ്പിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രീസെറ്റ്സ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു പ്രീസെറ്റ് സേവ് ചെയ്യാമെന്ന് നോക്കാം.